യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പുതിയ കാതോലിക്കയായി അഭിഷിക്തനായ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയുടെ സ്ഥാനാരോഹണ ശുശ്രൂഷയും അനുമോദന സമ്മേളനവും പുത്തൻകുരിശിൽ ആരംഭിച്ചു. സഭാ കേന്ദ്രമായ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. പ്രദീപ് ജോസഫ്, പ്രദീപ്, എത്ര സമയം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ്? ആരൊക്കെയാണ് വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുന്നത്? വിശ്വാസികളുടെ പങ്കാളിത്തം സ്ഥാനാരോഹണ ചടങ്ങുകൾ നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് തന്നെ എന്റെ വായ നിന്റെ സ്തുതികളെ പാടും. എന്തെന്നാൽ ബലികളൊന്നും ഇഷ്ടപ്പെട്ടില്ല. ബാവയ്ക്ക് വലിയ രീതിയിലുള്ള സ്വീകരണമാണ് വിശ്വാസികൾ നൽകുന്നത്. അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ശ്രേഷ്ഠ ബാവയ്ക്ക് ഊഷ്മള വരവേൽപ്പ് നൽകുകയാണ് വിശ്വാസികൾ. യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പുതിയ കാതോലിക്കയായി അഭിഷിക്തനായ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയുടെ സ്ഥാനാരോഹണ ശുശ്രൂഷയും അനുമോദന സമ്മേളനവും പുത്തൻകുരിശിൽ ആരംഭിച്ചിരിക്കുകയാണ്. പ്രദീപ് ജോസഫ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രദീപ്, വിശിഷ്ടാതിഥികൾ ആരൊക്കെയാണ്? ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് 1:30 മണിയോടെ പൂർണ്ണമായ വാഹനങ്ങളുടെ അകമ്പടിയുടെ വിശ്വാസികൾ അദ്ദേഹത്തെ സഭാസ്ഥാനമായ എത്തിക്കുകയായിരുന്നു. അല്പ സമയം മുൻപാണ് ഇവിടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ തുടങ്ങിയത്. സ്ഥാനാരോഹണ ചടങ്ങുകൾ ഏതാണ്ട് 6 മണിയോടെ പൂർത്തിയാകും. അതിനുശേഷമാണ് അനുമോദന യോഗം ചേർന്നത്. അനുമോദന യോഗത്തിൽ വിവിധ സഭകളുടെ വിവിധ മതനേതൃത്വങ്ങളെ പങ്കെടുക്കും. കൂടാതെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അടക്കം ഇന്ന് നടക്കുന്ന ഈ അനുമോദന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ് ഈ അനുമോദന ചടങ്ങ്. യാക്കോബായ വിവിധ ഭദ്രാസനങ്ങളിൽ ജോസഫാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശബ്ദത്തിൽ വ്യക്തതയില്ല. യാക്കോബായ സഭയുടെ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പുതിയ കാതോലിക്കയായി അഭിഷിക്തനായ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയുടെ സ്ഥാനാരോഹണ ശുശ്രൂഷയും അനുമോദന സമ്മേളനവുമാണ് ഇപ്പോൾ പുത്തൻകുരിശിൽ നടക്കുന്നത്.